നമസ്കാരം. ഇന്നത്തെ നമ്മുടെ മരുന്ന് ഇന്നേറെ ചർച്ച ചെയ്യപ്പെടുന്നതും ഹോമിയോപ്പതിയുടെ ഉത്ഭവത്തിന് തന്നെ കാരണവുമായ സിങ്കോണ, ചൈന ഒഫിഷ്യനാലിസ്. ഇപ്പോൾ നമുക്കറിയാം, ഈ കോവിഡിൽ ക്യുനൈൻ്റെ ഉപയോഗത്തിനെ കുറിച്ച് ഇപ്പോൾ വീണ്ടും വാർത്തകൾ നിറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു മരുന്ന് തിരഞ്ഞെടുക്കാനുണ്ടായ കാര്യം. കാലാതീതമായ ഔഷധ വിജ്ഞാനീയങ്ങളിൽ സിങ്കോണയുടെ അല്ലെങ്കിൽ ക്യുനൈൻ്റെ ഇഫക്റ്റുകളെക്കുറിച്ച് എല്ലാ സ്കൂൾ ഓഫ് മെഡിസിനുകളിലും പ്രതിപാദിച്ചിരുന്നു. പെറുവിലെ രാജ്ഞിയായിരുന്ന സിങ്കോൺ എന്ന യുവ രാജ്ഞിയുടെ പേരിൽ നിന്നാണ് ഈ ചെടിക്ക് സിങ്കോണ എന്ന പേര് വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ചൈന ഒരു പേഴ്സണാലിറ്റി പ്രിസ്ക്രിപ്ഷന് ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്ന ഒരു വിരളമാണ്. ചൈന ഒരു അക്യൂട്ട് മെഡിസിനായിട്ടോ ഒരു സ്പെസിഫിക് മരുന്നായിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്നും മാറി ചൈനയുടെ ഒരു വ്യത്യസ്ത തലം ഉയർത്തിയെടുക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ വീഡിയോ. ഒരു ചൈന പേഴ്സണെ നമ്മൾ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് വിവിധ മെറ്റീരിയ മെഡിക്കയിൽ നന്നായി പ്രതിപാദിക്കുന്നു. ഒരു എസൻസിൽ ചൈന പറയുകയാണെങ്കിൽ നെർവസ്നെസ്, ഞരമ്പിൻ തുമ്പത്ത് ജീവിക്കുന്ന ആളുകൾ, ഓൺ ദ നെർവ്സ് എന്നാണ് പറയുക. ഒരുപാട് മരുന്നുകൾ നമുക്ക് നെർവസ് ടെമ്പറമെൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു വയ്ക്കും. ഞരമ്പിൻ്റെ തുമ്പത്ത് കാര്യം പ്രതികരണങ്ങളുടെ ആ വേഗത ആണ്. അല്ലെങ്കിൽ അത്രയും നെർവസ് എറിത്തിസം എന്ന് ബുക്കിൽ പറയും. എറിത്തിസം എന്ന് പറഞ്ഞാൽ ഈസ് എ ടെൻഡൻസി ടു റിയാക്ട് ഹൈപ്പർ ആക്റ്റീവ്ലി എന്നാണ്. എന്തിനോടും, സ്റ്റിമുലൈകളോട്, പ്രതികരണങ്ങളോട്, കാര്യങ്ങളോട്, വസ്തുക്കളോട്, രോഗങ്ങളോട്, എല്ലാത്തിനോടും ഹൈപ്പർ ആക്റ്റീവായിട്ട് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു, നമ്മൾ ശരിക്കും മെർക്കുറിയുടെ പോയ്സണിങ്ങിൽ നിന്നാണ് അങ്ങനെ ഒരു വാക്ക് വന്നത്. മെർക്കുറിയൽ എറിത്തിസം എന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ നെർവസ് എറിത്തിസം, അതാണ് ചൈന. ചൈനയുടെ പ്രത്യേകത തന്നെ ടച്ചിനെസ് എന്നാണ് പറയുക. തൊടുന്നത് ഇഷ്ടപ്പെടാത്തവർ. അത് ആർണിക്കയെ പോലെ ഒരു ഫിയർ ഓഫ് ടച്ച് അല്ല. ആർണിക്ക എന്നെ തൊടല്ലേ എന്ന് പറയുന്ന കണക്കല്ല, ടച്ച് ചെയ്താൽ എഗ്രവേറ്റ് ചെയ്യും എന്നാണ് ചൈനയുടെ പറയുന്നത്. ചൈനയുടെ പ്രത്യേകത നമ്മൾ നേരത്തെ പറയേണ്ട ഒന്ന് രണ്ട് പോയിന്റുകൾ ചേർത്ത് പറയണം. സെൻസിറ്റീവ്നെസ്സും വീക്ക്നെസ്സും ഒരുപോലെയാണ്. പലപ്പോഴും നമുക്ക് ചൈനയുടെ സിംറ്റം പഠിക്കുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയേക്കുന്ന ഡെബിലിറ്റി ഫ്രം എക്സോസ്റ്റീവ് ലോസ് ഓഫ് വൈറ്റൽ ഫ്ലൂയിഡ്സ്. അതിപ്പം യൂറിനാകാം, റിക്കറൻ്റായിട്ട് വരുന്ന ഡയറിയ ആകാം, ബൗൽ ആകാം, സലൈവ ലോസ് ആവാം, ബ്ലഡ് ലോസ് ആവാം, പാല് കൊടുക്കുന്ന ഒരു അമ്മയ്ക്കുണ്ടാകുന്ന ഓവർ ലാക്ടേഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ടാപ്പിംഗ് വരുമ്പോൾ ക്യാൻസർ പോലുള്ള കണ്ടീഷനിൽ റിപ്പീറ്റായിട്ട് ഫ്ലൂയിഡ് ടാപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, എങ്ങനെയായാലും റിപ്പീറ്റഡ് ആയിട്ട് വൈറ്റൽ ഫ്ലൂയിഡിൻ്റെ ലോസ് അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു അക്യൂട്ട് സ്റ്റേറ്റാണ് ചൈന. ഇറ്റ്സ് നോട്ട് എ ക്രോണിക് സ്റ്റേറ്റ്. ബിക്കോസ് അങ്ങനെ ഒരു ക്രോണിക് സ്റ്റേറ്റ് ഉണ്ടാകുന്നതിന് മുമ്പേ അതെല്ലാം ചെക്ക് ചെയ്തിരിക്കും, പേഷ്യൻ്റ് അതിനുള്ള ഇത് ചെയ്തിരിക്കും. നമ്മൾ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഇപ്പോൾ ഗ്ലോബുലിൻ ലോസ്, പ്രോട്ടീൻ ലോസ് ഒക്കെ വരുമ്പോൾ പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുന്ന രീതി, ഇറ്റ്സ് എ സ്റ്റേറ്റ് ഫോർ ചൈന, അക്യൂട്ട് ലോസ് ഓഫ് വൈറ്റൽ ഫ്ലൂയിഡ്സ്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് ഇന്ന് ഇപ്പോൾ അല്ലെങ്കിൽ ഡയറിയയ്ക്ക് ശേഷം ക്ഷീണം, അല്ലെങ്കിൽ ഒരുപാട് മെൻസസ് വന്നപ്പോൾ, മെനറേജിയ വന്നപ്പോൾ ഉള്ള എന്നല്ല. മുമ്പ് എപ്പോഴെങ്കിലും തന്നെ വളരെ കാലം മുമ്പ് പോലും ഇങ്ങനെയുള്ള ഒരു ലോസ് ഓഫ് വൈറ്റൽ ഫ്ലൂയിഡ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ കൊടുക്കാമെന്ന് മെറ്റീരിയ മെഡിക്കൽ ലിറ്ററേച്ചർ പറയും. 30 വർഷം മുമ്പ് ഒരു സ്ത്രീക്ക് മെനറേജിയ ഉണ്ടായിരുന്നു, അവർക്ക് അതിനുശേഷം ഹിസ്റ്റക്ടമി ചെയ്യേണ്ടി വന്നു. ആൻഡ് ഓൾ ഹെർ കംപ്ലയിൻറ്റ് സ്റ്റാർട്ടഡ് ആഫ്റ്റർ ദാറ്റ് എന്നുള്ള എറ്റിയോളജിയിൽ ഒരു ക്ലാസിക്കൽ പ്രിസ്ക്രൈബർ ചൈനയാണ് കൊടുത്തത്. ബിക്കോസ് ദാറ്റ് ഇസ് ഹോൾ കംപ്ലയിൻറ്റ് സ്റ്റാർട്ടഡ് വിത്ത് എ ഹിസ്റ്ററി ഓഫ് ലോസ് ഓഫ് വൈറ്റൽ ഫ്ലൂയിഡ്. അപ്പോൾ അങ്ങനെ വേണം കാണാൻ. നമ്മൾ ആർണിക്കയിലും പഠിക്കില്ലേ, നോട്ട് ആൻ അക്യൂട്ട് ഇഞ്ചുറി മാത്രമല്ല, ഈവൻ ഫ്രം എ റിമോട്ട് ഇഞ്ചുറി. അതുപോലെ ഈവൻ ഫ്രം എ റിമോട്ട് ലോസ് ഓഫ് വൈറ്റൽ ഫ്ലൂയിഡ്സ് എന്നാണ് ചൈനയുടെ എറ്റിയോളജി പറയുന്നത്. ഈ നെർവസ് എക്സോഷൻ, വീക്ക്നെസ്, അതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് വിശദീകരിച്ച് പേഴ്സണാലിറ്റി പ്രിസ്ക്രിപ്ഷനായിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. ചൈനയ്ക്ക് 6 ഘട്ടങ്ങളുണ്ടെന്നാണ് പറയുക. ഒരു നെർവസ് എറിത്തിസമാണ് ആദ്യത്തെ ഘട്ടം. ഈ നെർവസ് എറിത്തിസത്തിലാണ് ഈ പറഞ്ഞ പോലുള്ള ഇറിറ്റേറ്റഡ് ആവുന്നതും വളരെ ദേഷ്യത്തോടെ പ്രതികരിക്കുന്നതും. ഈ നെക്സോമിക്കയാണോ എന്ന് പോലും പലപ്പോഴും ചൈനയെ തോന്നുന്നതാണ്. നെക്സോമിക്കയും നാട്രമൂറുമായിട്ട് വളരെ ക്ലോസ് ആണ് ചൈന. പ്രതികരണങ്ങൾ വളരെ വേഗമായിരിക്കും. ഒരു റൂഡായിട്ട് ബിഹേവ് ചെയ്തിരിക്കും. ഈ വില്ലേജസൊക്കെ ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയാണ്. അവർക്ക് ഈ ചമയങ്ങളോ ചമൽക്കാരങ്ങളോ അവർക്ക് സംസാരങ്ങളിൽ ഇല്ല. വളരെ വില്ലേജസ് അങ്ങനെയാണ് സംസാരിക്കുക. അവരെന്താണോ അങ്ങനെ അങ്ങ് സംസാരിക്കും. എന്നിട്ട് അവർക്ക് അതിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു വിഷമം തോന്നും എന്നാണ് പറയുക. ഈ നെർവസ് എറിത്തിസത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് ഇവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ ഇവർക്ക് ആരുടെയും അംഗീകാരമോ അപ്രൂവലോ ഒന്നും വേണ്ട. ഇവരെ ഇൻകൺസോളബിൾ വ്യക്തികളെന്നാണ് പറയുക. ഇൻകൺസോളബിളാണ്. അതിന് പറയുന്നത് ചൈനയുടെ ആ പ്രത്യേകത തന്നെയാണ്. അതായത് നമ്മൾ പഠിക്കും ടച്ച് അവർക്ക് അഗ്രവേഷനാണ്, പക്ഷേ ഡീപ്പ് പ്രഷർ അമിലറേഷനാണ്.
എല്ലാവരും പഠിച്ചു നോക്കും, മാഗ്ഫോസിനുണ്ട്. സൂപ്പർഫിഷ്യൽ അറ്റൻഷൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഇമോഷണോ സൈക്കോളജിക്കൽ എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്താൽ ആ സിംറ്റം എടുക്കുന്നത് സൂപ്പർഫിഷ്യൽ ജസ്റ്റേഴ്സ് ഒരിക്കലും ചൈനയ്ക്ക് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ജസ്റ്റ് നോക്കി ഒന്ന് സ്മൈൽ ചെയ്തു, കൈ പൊക്കി ഹായ് പറഞ്ഞു. ചൈന അതൊന്നുമല്ല പ്രതീക്ഷ. അവർക്കൊരു ഡീപ്പറായിട്ട് അവരെ പ്രോബ്ലം അറ്റൻഡ് ചെയ്തെന്ന് തോന്നണം. ചൈന ഇറിറ്റബിൾ ആവുന്നതാണ്. ഇത് നമ്മൾ ടച്ചിനെസ് പോലെ തന്നെയാണ്, നെർവസ് ടച്ചിനെസ്സിൻ്റെ ഇമോഷണൽ ടച്ചിനെസ്സാണ്. അത് കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ, ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ന്യൂട്രൽ സബ്ജക്റ്റ് ആരെങ്കിലും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, അത് വിദോൽക്കാസ് പറഞ്ഞൊരു രസകരമായ കാര്യം, വെതറിനെ കുറിച്ച്, ക്ലൈമറ്റിനെ കുറിച്ച് ആരെങ്കിലും പറയുകയാണെങ്കിൽ ചൈന വല്ലാതെ ഇറിറ്റബിൾ ആവുമെന്നാണ് പറയുന്നത്. കാര്യം അവർക്ക് അവരുടെ സബ്ജക്റ്റിനെ ഡീപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ഒരാളെ മാത്രമേ ചൈന അംഗീകരിക്കൂ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ലീസ്റ്റ് കറണ്ട് ഓഫ് എയർ, ഒരു ചെറിയ കാറ്റടിച്ചാൽ പോലും ചൈനയ്ക്ക് അഗ്രോവേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ടച്ചിനെസ്സിൻ്റെ എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഒരു സിംറ്റത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ആ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതെന്നും ഉള്ളത് തന്നെയാണ് അതിൻ്റെ നെർവസ് എർത്തിസം പോലെ തന്നെ ഉള്ള ഒരു പ്രത്യേകതയാണ് റിഫൈൻഡ് സെൻസിറ്റിവിറ്റിയും, പക്ഷേ വിഡ്രോൺ പേഴ്സണാലിറ്റി ആയിരിക്കും. സെൻസിറ്റീവ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇമോഷണൽ സെൻസിറ്റിവിറ്റി പോലെ തന്നെ അത്തരം ഇൻഡിവിജ്വൽസ് എക്സ്റ്റേണൽ സ്റ്റിമുലേക്കും സെൻസിറ്റീവ് ആണെന്നാണ് പറയുക. ഇപ്പോൾ പ്രകൃതിയായിട്ടുള്ള ഇൻഫ്ലുവൻസ്, ലൈറ്റ്, സൗണ്ട്, ഇലക്ട്രിക്കൽ ഇൻഫ്ലുവൻസ്, അന്തരീക്ഷത്തിലെ പ്രത്യേകതകൾ, ഇതിനോടെല്ലാം ഒരു തീവ്രമായി പ്രതികരിക്കും. അങ്ങനെ വരുമ്പോൾ എന്തോ പറ്റുക, ഈ ഇൻഫ്ലുവൻസുകളോട് പ്രതികരിക്കുന്ന സെൻസിറ്റിവിറ്റി കൊണ്ട് തന്നെ ഇമോഷണൽ സെൻസിറ്റിവിറ്റിയും കൂടുതലായിരിക്കും. അവർ കാര്യങ്ങളെ തീവ്രമായി പ്രതികരിക്കും. അതാണ് നേരത്തെ റൂഡായിട്ട് പ്രതികരിക്കുമെന്ന് പറഞ്ഞത്. ഈ റൂഡായിട്ട് പ്രതികരിക്കുന്നവർ മോശക്കാരെന്നല്ല, അവരതിനെ അത്ര ഇൻവോൾവ് ചെയ്ത് പ്രതികരിക്കണം. പക്ഷേ ഒരു വിഡ്രോൺ പേഴ്സണാലിറ്റി ആയിരിക്കും. ഈ വിഡ്രോൺ പേഴ്സണാലിറ്റി റിഫൈൻഡ് ഇൻഡിവിജ്വലിനെ കുറിച്ച് പറയുന്നത് ഈ സെൻസിറ്റീവ് ടു ഓൾ സെൻസസ്. അതുകൊണ്ട് ഇപ്പം ചെറിയ കളർ കണ്ടാൽ പോലും അവർക്ക് ആ നിറങ്ങൾ ഭയങ്കരമായി വിവിഡായി തോന്നുന്നതാണ്. അവർക്ക് അതിനെ ചമൽക്കാരങ്ങൾ കൊടുക്കാൻ പറ്റും, ഇമാജിനേറ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് ചൈനയെക്കുറിച്ച് പറയുന്നത് ചൈന പലപ്പോഴും പോയറ്റ്സുകളായിരിക്കും. സ്വന്തം കാര്യങ്ങൾ അവർ കവിതയിലൂടെ പറയും. ഇപ്പോൾ നമ്മൾ എന്നിട്ട് ആ കവിത തന്നെ തീവ്രമായ ഭാഷയിൽ പറയുകയും അതിനെ ആത്മഹത്യാ വാസന വരെയുള്ള ആളുകളിലേക്ക് വിരൽ ചൂണ്ടും എന്നാണ് മെറ്റീരിയ മെഡിക്കയിൽ പറയുന്നത്. എൻ എം ചൗധരിയും പറയുന്നുണ്ട്, കെൻറ്റ് പറയുന്നുണ്ട്, പ്രൊഫസർ വിദോൽക്കാസും പറയുന്നുണ്ട്. ഈ സൂയിസൈഡൽ ഇതിലേക്ക് വരെ ചൈന ചിന്തിക്കും. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് എടപ്പള്ളി രാഘവൻപിള്ള സാറിനെയാണ്. ചെങ്ങമ്പുഴയുടെ ആത്മസുഹൃത്തായ എടപ്പള്ളി രാഘവൻപിള്ളയുടെ സ്മരണയിലാണ് രമണൻ എന്ന ഭാവകാവ്യം ഉണ്ടായത് തന്നെ. അപ്പോൾ എടപ്പള്ളി രാഘവൻപിള്ളയുടെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ കവിതകൾ, മണിനാഥം പോലുള്ള കവിതകൾ തീവ്രമായ ആ വരികൾ പ്രതിഫലിക്കുന്നുണ്ട്. അദ്ദേഹം ആത്മഹത്യ ചെയ്യുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ചൈന ആയിരുന്നോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് പോവുകയാണ്. ഇത് പറയാൻ കാര്യം, പോയറ്റുകളെല്ലാം ചൈനയും, അല്ലെങ്കിൽ ചൈനയ്ക്ക് വേറൊരു വശം ആർട്ടിസ്റ്റുകളായിരിക്കും. ഈ തീവ്രമായ, നമുക്കിപ്പോൾ അറിയാം വാൻഗോഗ്, വിൻസെൻ്റ് വാൻഗോഗ്, ചെവി വരെ മുറിച്ച് പ്രണയിനിക്ക് സമ്മാനിച്ച വാൻഗോഗ്. അപ്പോൾ വാൻഗോഗിൻ്റെ കഥയിൽ ഉടനീളം ലെസ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞ ഏർണസ്റ്റ് വില്ലിംഗ്സ്റ്റൺ എഴുതിയ ഒരു പ്രശസ്തമായ നോവലുണ്ട് ലെസ് ഫോർ ലൈഫ്. അത് ശ്രീ എം ടി വാസുദേവൻ നായർ സാറ് ജീവിതാസക്തി എന്ന പേരിൽ മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വാൻഗോഗിൻ്റെ അനുഭവിച്ച, വാൻഗോഗ് കടന്നുപോയ സ്തോഭജനകമായ മുഹൂർത്തങ്ങളും അദ്ദേഹത്തിനുണ്ടായ യാതനകളും ആക്ഷേപങ്ങളും ഒക്കെ വളരെ ഇതായിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ വാൻഗോഗ് എപ്പോഴും ഒരു നെർവസ് എഡ്ജിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം പിന്നീട് അതിൻ്റെ ലിബറലൈസേഷൻ പോലെ അദ്ദേഹം പടങ്ങൾ വരച്ചു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സൂര്യകാന്തിയൊക്കെ ലോക ഉത്തര ക്ലാസിക്കുകളാണ്. അപ്പോൾ അദ്ദേഹം ചെവി മുറിച്ച് നൽകിയായിരുന്നു. അപ്പോൾ എക്സ്ട്രീം ബിഹേവിയറിലേക്ക് അവർക്ക് പോകാൻ പറ്റും. അപ്പം അദ്ദേഹം പറഞ്ഞ ഒന്നെങ്കിൽ ആർട്ടിസ്റ്റുകൾ അല്ലെ പോയറ്റ്സുകൾ ചൈനയായിരുന്നു എന്നാണ്. അപ്പോൾ വാൻഗോഗ് ചൈനയായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതുപോലുള്ള തീവ്രമായി ഇപ്പോൾ ദസ്താവേസ്കിയെ കുറിച്ചുള്ള എഴുത്തുകാർ, അപ്പോൾ തീവ്രമായി പ്രതികരിക്കുന്ന ആളുകളെ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇഗ്നേഷ്യയെക്കുറിച്ച് പറഞ്ഞ് ഇഗ്നേഷ്യ മ്യൂസീഷ്യൻസ് ആയിരിക്കും എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഡിഫറൻസേഷൻ നമ്മൾ ചെയ്യുന്നത്. ഈ സ്ട്രോങ് സെൻസിറ്റിവിറ്റി നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാവുന്നതാണ്, പ്രകൃതിയുള്ള ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് സഡൻ ലൈറ്റ് സൗണ്ടൊക്കെ ഇവരെ അഗ്രവേറ്റ് ചെയ്യുകയും ചെയ്യും, ബ്രൈറ്റ് ലൈറ്റ്. അതേപോലെയാണ് ഇവർക്ക് ഈ സെൻസസ്, മണം, പെർഫ്യൂമുകളുടെ സ്മെല്ല് വരെ വല്ലാതെ അഗ്രവേറ്റ് ചെയ്യുമെന്നാണ് പറയുക. സെൻസിറ്റീവായ ചൈന വിഡ്രോൺ ആകും എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അതിനകത്ത് റെട്ടിസൻ്റ് ആവും, അല്ലെ മൗനിയായിരിക്കും. ദേഷ്യം വരുമ്പോൾ അവർ മൗനിയായിരിക്കും എന്ന് പറയും. അവർ പലപ്പോഴും പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഇറങ്ങിപ്പോയി കളയും. ഇവിടെ ഇവർ ഷെയർ ചെയ്യും, ഇവർക്ക് താല്പര്യമുള്ള, ഇവർക്ക് ഇഷ്ടമുള്ള ചില പ്രത്യേക വ്യക്തികളോട് മാത്രം ഇവരുടെ പ്രയാസങ്ങളും പ്രോബ്ലങ്ങളും ഷെയർ ചെയ്യാം. ബട്ട് ഓൺലി ടു ദോസ് പേഴ്സൺസ് ഹു ആർ ട്രസ്റ്റഡ് ബൈ ദം. അവർക്ക് വിശ്വാസമുള്ളവരോട് മാത്രമേ അവരിത് ഷെയർ ചെയ്യൂ. ഇപ്പോൾ നേട്രം കാർബിനെ അങ്ങനെ പറയാം. നേട്രം കാർബിന് ചില പ്രത്യേക ആളുകളുടെ സാന്നിധ്യം ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. അവർ വരുമ്പോൾ ചെയ്യുന്നത് ഇറങ്ങി അങ്ങ് പോകുമെന്നാണ് പറയുന്നത്. അവരൊന്നും പറയത്തില്ല. നേട്രം കാർബിൻ നേട്രം മൂറിനേക്കാൾ റിഫൈൻഡ് ആയ ഒരു ഇൻഡിവിജ്വലാണ്. ഒരു പ്രത്യേകമായ പേഴ്സണാലിറ്റി പിക്ചർ നേട്രം കാർബിനുണ്ട്. അതുപോലെ തന്നെയാണ് ചൈനയുടെ. ചൈന പക്ഷേ ആ റിഫൈൻ ഇതുകൊണ്ടല്ല. ചൈനയ്ക്ക്
അവർ ആ ഒരു പിയർ ഗ്രൂപ്പ് പ്രതീക്ഷിക്കും, അവരിലോട് മാത്രമേ അവർ കാര്യങ്ങൾ ഷെയർ ചെയ്യൂ. ബാക്കിയുള്ളവരോട് പോലും ഇപ്പം ഹസ്ബൻഡ് തന്നെ വൈഫിനോട് ഷെയർ ചെയ്യുന്നു വരത്തില്ല, അവർക്ക് വേറെ അവരോട് എന്തെങ്കിലും ബന്ധുക്കളോടായിരിക്കും അവർ ഷെയർ ചെയ്യുക. അത് ചൈനയുടെ ഒരു പ്രത്യേകതയാണ്. നെർവസ് എർത്തിസവും സെൻസിറ്റിവിറ്റി ബട്ട് വിത്ഡ്രോൺ കഴിഞ്ഞാൽ പിന്നൊരവസ്ഥ ഉള്ളത് വല്ലാത്ത ഒപ്റ്റിമിസ്റ്റിക് ഇമാജിനേറ്റീവ് അറ്റ് നൈറ്റാണ്. ചൈന പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത തന്നെ അവർ വളരെ ഇമാജിനേറ്റീവ് ആയിരിക്കും. ഈ നേരത്തെ പറഞ്ഞ ഈ റിഫൈൻഡ് അതിൻ്റെ ഒരു പിന്തുടർച്ച പറയേണ്ടത്, റിഫൈൻഡ് ഇൻഡിവിജ്വലാണ്, സെൻസിറ്റീവാണ്, പക്ഷേ വിത്ഡ്രോൺ ആ സിംറ്റം വളരെ ഇതാണ്. ഇവർ റെട്ടിസൻ്റ് ആവുമെന്നാണ് പറയുക, എന്ന് പറഞ്ഞാൽ മൗനികളാവും. ഇവരൊന്ന് വഴക്കിട്ട് കഴിഞ്ഞാൽ അവർ മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ ഇവർ ഇറങ്ങിപ്പോക്കളയും, കുറച്ച് നേരത്തേക്ക് അവരാരും കാണത്തില്ല. ദേ ഡിസൈഡ് ടു ബി അലോൺ ഫോർ സം ടൈം. എന്നിട്ട് അവരതിലിരുന്ന് ഇങ്ങനെ ആലോചിക്കും, വേണ്ടിയിരുന്നില്ല. ദേ മേ ബി വെക്സിങ് ഓവർ ദ കംപ്ലൈൻറ്റ് ആൻഡ് ദേ ഫീൽ ദറ്റ് സം റിമോഴ്സ് ഓവർ ഇറ്റ്. അങ്ങനെ അവർക്ക് തിരിച്ചു വരും, കുറച്ച് നേരം അവരെ കാണത്തില്ല. അങ്ങനെയുള്ള പ്രതികരണം അവരുള്ളൊരു പേഷ്യൻ്റ് സിംറ്റം എനിക്ക് ഈ അടുത്ത് അത് കൺഫേം ചെയ്യാനത് കിട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള അവേഴ്സൺ ടു ടോക്കിംഗ് ആണ് അവർക്ക്. അന്നേരം അവർ ആരോടും മിണ്ടത്തില്ല. ഈ ഇമാജിനേറ്റീവ് പ്ലെയിനിലിട്ട് വരുമ്പം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കോസ്റ്റിക്കൻ ചർച്ച ചെയ്തപ്പോൾ അത് പറയുകയുണ്ടായി, ചൈനയുടെ ഇമാജിനേഷൻ വളരെ വണ്ടർഫുൾ ഇമാജിനേഷനാണ്. ദേ വുഡ് ലൈക്ക് ടു ബി ദ ഹീറോ ഓഫ് ദ സിറ്റുവേഷൻ ആണ്. അവർ ഒരു വളരെ ഇമാജിനേറ്റീവിൽ എല്ലാ കാര്യങ്ങളും ഒരു നേടുന്നതായിട്ട് രാത്രിയിൽ സ്വപ്നം കാണും, അല്ലെ അതിൽ മുങ്ങി നിവരും. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും റിയാലിറ്റിയിലൊന്നും അറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല. അവർ ഡള്ളാവും, എക്സൈറ്റബിൾ അറ്റ് നൈറ്റ് ആൻഡ് ഡൾ അറ്റ് മോർണിംഗ് എന്ന് പറയാം. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും അവർക്ക് ആ ചിന്തകൾ അവരിലേക്ക് വന്നത് ഒപ്റ്റിമിസ്റ്റിക് ഇമാജിനേഷനാണ്. ബിഗ് പ്ലാൻസ് അവർ ചെയ്യും. ഇപ്പോൾ നമ്മൾ കോസ്റ്റിക്കത്തിന് കഴിഞ്ഞ ദിവസം പറഞ്ഞു, കോസ്റ്റിക്കൻ ഡിസാസ്റ്ററുകളെ കുറിച്ചാണ് ഇമാജിൻ ചെയ്യുന്നത്. നാട്രമൂർ ആണെങ്കിൽ സ്വന്തം സങ്കടങ്ങളിൽ രാത്രി മുങ്ങി നിവരുകയാണ്. സ്റ്റാഫിസാഗ്രി ആണെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ആളുകളോട്, പുറത്ത് പറയാത്ത അവരുടെ ഇഷ്ടങ്ങളുള്ള ആളുകളോട് അവർ സെക്ഷുവൽ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ അത്തരം ഇറോട്ടിക്കായിട്ടുള്ള ഫാൻറ്റസികൾ ഉണ്ടാകുന്നതാണ്. സ്റ്റാഫിസാഗ്രി പുറത്തത് കാണിക്കത്തുമില്ല. അതിൻ്റെ പ്രത്യേകത ഡിഫിക്കൽട്ട് കമ്മ്യൂണിക്കേഷൻ. അടുത്തൊരു ഘട്ടമാണ് ഡിഫിക്കൽട്ട് കമ്മ്യൂണിക്കേഷൻ. നേരത്തെ പറഞ്ഞ പോലെ ചൈന ഫീൽസ് ഡിഫിക്കൽട്ട് ടു എക്സ്പ്രസ് തിങ്സ് ആണ്. അതുകൊണ്ടാണ് ചൈന ഒരു താങ്ക് യു പറയില്ല എന്നാണ്. ചൈനയ്ക്ക് ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് അവർക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അവരങ്ങനെ അംഗീകരിച്ച് പോയാൽ അവർ മോശക്കാരാകുമോ എന്ന് അവർക്ക് തോന്നിപ്പോകുന്ന പറയാം. അവരിപ്പോൾ ഡോക്ടർമാർക്ക് നമ്മുടെ അടുത്ത് വന്നാൽ അവരൊരിക്കലും നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് ബെനിഫിറ്റ് ചെയ്യുമെന്ന് പറയത്തില്ല. അവരെപ്പോഴും പറയുന്നത് പ്രിസ്ക്രിപ്ഷൻ ഓക്കെ ഒരു സിംറ്റം പറഞ്ഞ് അത് വേറൊരു സിംറ്റത്തിലേക്ക് മാറ്റി പറയും. ഒരിക്കലും നമ്മുടെ മരുന്നുകൊണ്ട് മാറി എന്ന് പറയാത്തതും ചൈനയാണ്. അത് നമുക്ക് പലപ്പോഴും ക്ലിനിക്കിൽ കിട്ടും. പക്ഷേ വേറൊരു പ്രത്യേകതയുണ്ട്, അവർ വളരെ ലോയലായിരിക്കും. അവർ ആ ഡോക്ടറെ വിട്ടുപോകത്തില്ല. നമ്മളിനി വേറൊരാളെ കൺസൾട്ടൻറ്റിനെ കാണിക്കാൻ പറഞ്ഞാൽ ഒരാൾ അത് കുഴപ്പമില്ല, നിങ്ങൾ മരുന്ന് തന്നാൽ മതി എന്ന് പറയും. ചൈന വളരെ ലോയലായിരിക്കും. പക്ഷേ ദേ ഫൈൻഡ് ഡിഫിക്കൽട്ടി ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ദേ ഫൈൻഡ് ഡിഫിക്കൽട്ടി ടു സേ താങ്ക് യു or an appreciation word can't come from a China person because they find extremely difficult for the organism to say a thank you എന്നാണ്. അത് ആ ഡിഫിക്കൽട്ടി ഇൻ കമ്മ്യൂണിക്കേഷനിൽ എടുത്ത് പറഞ്ഞത്. അപ്പോൾ ചൈന കുട്ടികളെക്കുറിച്ച് പറഞ്ഞ ക്ലിനിക്കിൽ വന്ന് ദേ ഫീൽ റിലക്റ്റൻറ്റ് ടു ടോക്ക് ടു ദ പ്രിസ്ക്രൈബർ എന്ന്. അവർ നമ്മളെ നോക്കത്തോടിയില്ല, പാരൻസിനെ നോക്കിയിരിക്കുന്ന കുട്ടികളെന്നാണ് പറയുക. ഈ ആർട്ടിസ്റ്റിക് എലമെൻ്റ് ഉള്ള കുട്ടികളായിരിക്കും. അവരെ നമ്മളൊന്ന് തൊട്ടാൽ അവർക്ക് വളരെ ദേഷ്യം വരും, അവർ ഹിറ്റ് ചെയ്യും, ചിലപ്പോൾ കടിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ കെമോമില്ലയാണോ എന്നൊക്കെ തോന്നും. പക്ഷേ ആ റൂഡിനെസ് നമ്മളോട് കാണിക്കത്തില്ല, ആ റിലക്റ്റൻസി നമ്മളോട് കാണിക്കും. ഇപ്പോൾ ഒരു കുട്ടിയെ, ഒരു കൗമാരപ്രായക്കാരി പെൺകുട്ടിയെ എൻ്റെ അമ്മ കൊണ്ടുവരികയാണ്, ഭക്ഷണം കഴിക്കാൻ കുട്ടിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ പീരീഡ്സ് റെഗുലർ ആണെന്ന്. പക്ഷേ കുട്ടി വളരെ വൈ ഐ എം ഹിയർ, വാട്ട് ഈസ് ദ റീസൺ ഫോർ മീ ടു ബി ഹിയർ എന്ന് കുട്ടി ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഒട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല ഇൻ്റർവ്യൂവിൽ. ഈ ഇൻ്റർവ്യൂവിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതിൽ നേട്രമൂറുമായിട്ട് എപ്പോഴും ചൈന കൺഫ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് കേട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് ഭാവിയിൽ ഒരു നേട്രമൂർ കൊടുക്കേണ്ട സമയത്ത് ചൈനയുടെ ഈ സിംറ്റംസ് ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. ഈ ലോയൽറ്റി അവരെപ്പോഴും കാണിക്കും. ഇവർ സെൽഫ് സഫിഷ്യൻ്റ് ആണ് ഇവരുടെ ഇമോഷൻസിൽ. ഈ സെൽഫ് സഫിഷ്യൻസി വരുമ്പോൾ എന്താ പറ്റുക, ഇവർ ഈ താങ്ക് യു പറയാത്ത പോലെ ആൻഡ് ദേ ഡോണ്ട് നീഡ് എനി അപ്രീസിയേഷൻ ഫ്രം അതേഴ്സ് ഓൾസോ, ദേ ഡോണ്ട് സീക്ക് ഇറ്റ് ഓൾസോ. ഒരാൾ നല്ലൊരു അഭിപ്രായം അവരെക്കുറിച്ച് പറയണമെന്ന് അവർക്ക് യാതൊരു താല്പര്യമില്ല. അവർ നല്ലൊരാളെക്കുറിച്ച് നല്ലത് വരെ പറയത്തുമില്ല, എന്നെക്കുറിച്ച് ഇങ്ങോട്ട് നല്ലത് പറയണമെന്നും അവർ പറയത്തില്ല. ഇവർ ഒപ്പീനിയോണേറ്റഡ് പേഷ്യൻസ് ആണ്. ഒപ്പീനിയോണേറ്റഡ് എന്നാണ്, അഭിപ്രായമുള്ളവരാണ്. ആ അഭിപ്രായം അവർ പറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് റൂബ്രിക്കിൽ ഡിസൊബീഡിയൻസിൽ ചൈന പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡിസൊബീഡിയൻസ് പറഞ്ഞാൽ തർക്കുത്തരം പറയാമെന്നല്ല, അവർക്ക് സ്വന്തമായി എല്ലാത്തിലും ഒരു അഭിപ്രായമുണ്ട്. അപ്പോൾ ഈ പറയുന്ന പൊതു അഭിപ്രായത്തിൽ നിന്ന് അവർ വിഘടിച്ച് നിൽക്കും. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇയാളിത് ഡിസൊബീഡിയൻ്റ് ആണ്. അങ്ങനെയാണ് ചൈന ഡിസൊബീഡിയൻ്റ് ആകുന്നതെന്നാണ് പ്രൊഫസർ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറയുന്നുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടി കഴിഞ്ഞാൽ പിന്നുള്ളത് അനിമൽസിനോടുള്ള ഭയമാണ്. അനിമൽസിനോടുള്ള ഭയം നമ്മൾ സ്ട്രമോണിയായിട്ട് എപ്പോഴും കൺഫ്യൂസ്. ഫിയർ ഓഫ് ഡോഗ്സ് വളരെ പ്രോമിനൻ്റ് ആയിട്ട് പറയുന്നു. ശരിക്കും ഡോഗ്സ് അല്ല, എല്ലാ ബിഗ് ആനിമൽസിനോടും ചൈനയ്ക്ക് അപാരമായ ഭയമാണ്. കെൻഡ് പറയുന്നുണ്ട് ഫിയർ ഓഫ് ക്രീപ്പിംഗ് തിങ്സ്, അതായത് സ്നേക്സിനോടും ഭയമുള്ള മെഡിസിൻ ചൈനയാണ്. അവിടെ നമ്മൾ ഈ ബിഗ് ആനിമൽസ് പറയാൻ കാര്യം മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഇൻഫെക്ഷസിനെ കുറിച്ച് ഭയമുള്ളത് കൽക്കേരിയ കാർബനാണ്, നാട്രമൂറിനാണ്, ഫോസ്ഫറസിനാണ്, അല്ലെങ്കിൽ എത്യൂസയ്ക്കാണ്. ചെറിയ അല്ലെങ്കിൽ ഏബൽ മോസ്കസിനാണ്. എത്യൂസ് അല്ല, ഏബൽ മോസ്കസ്, കൽക്കേരിയ കാർബൺ, നാട്രമൂർ, ഫോസ്ഫറസിനൊക്കെയാണ് ഇൻഫെക്ഷ്യസ് ഡിസീസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഭയമുള്ളത്. വൈൽ ചൈന സ്ട്രമോണിയം ഹാസ് എ ഫിയർ ഓഫ് അനിമൽസ് ഓർ എസ്പെഷ്യലി ഡോഗ്സ് എന്നാണ് പറയുക.
ആറാമത്തെ അതിൻ്റെ ഘട്ടമാണ് ഇൻസോംനിയ ആൻഡ് എക്സോഷൻ. ഇത്തരം ഇതുകൊണ്ട് നേരത്തെ പറഞ്ഞാൽ വിവിഡ് ഇമാജിനേഷൻ കൊണ്ട് ഇവർക്ക് ഉറങ്ങാനേ പറ്റില്ല. ഇതുകൊണ്ട് ഇവർ രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇവർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ, അതുകൊണ്ടാണ് ഈ ഡൾനെസ് ഇൻ മോർണിംഗ് സിംറ്റം വരുന്നത്. ലാക്ക് ഓഫ് പ്രോപ്പർ സ്ലീപ്പ് ലീഡ്സ് ടു എ കംപ്ലയിൻറ്റ്. എപ്പോഴും ഓർക്കുക, സ്ലീപ്പ് പ്രോപ്പർ അല്ലാത്ത ഒരാൾക്ക് വരാവുന്ന കംപ്ലയിൻ്റ് ആണ് ലിവർ ആൻഡ് ഗോൾ ബ്ലാഡർ. അബ്സല്യൂട്ട്ലി ലിവർ ഉണ്ടെങ്കിൽ അതിന് ഗോൾ ബ്ലാഡർ കംപ്ലയിൻറ്റ് വരും. അങ്ങനെയാണ് നമ്മൾ ചൈന അതിൻ്റെ ഏറ്റവും സ്പെസിഫിക് ആയ മേഖല ഗോൾ ബ്ലാഡറിലേക്ക് വരുന്നത്. ചൈനയെ പറയുന്നത് എ ഗോൾ ബ്ലാഡർ പേഴ്സൺ എന്നാണ് പറയുക. ഗോൾ ബ്ലാഡർ പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു പ്രയോഗം തന്നെയാണ്. പ്രോപ്പറായിട്ട് സ്ലീപ്പ് കിട്ടാത്ത, പ്രോപ്പറായിട്ട് വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയാത്തവർ, എല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ട് എവിടെ പറയണം എന്ന് പറയാൻ പറ്റാത്ത, അടിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഗോൾ ബ്ലാഡറിൽ സ്ലഡ്ജുകളും സാൻഡുകളും അടിഞ്ഞുകൂടി അവർക്ക് കോളിസിസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ കോളിലിത്തിയാസിസ് എന്ന ഫിനോമിനൻ ഉണ്ടാകുന്നതാണ് പ്രൊഫസർ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കോളിലിത്തിയാസിസിന് മരുന്ന് കൊടുക്കുമ്പോൾ എപ്പോഴും ഓർക്കണം, എല്ലാ ഗോൾ സ്റ്റോൺസും നമുക്ക് വലുതൊന്നും പോകാൻ പറ്റത്തില്ല. പക്ഷേ കോളിസിസ്റ്റൈറ്റിസ് എന്നുള്ള ഇൻഫ്ലമേറ്ററി സൈൻസ് വളരെ പെട്ടെന്നും ആ പെയിൻ എല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. ഇൻ കേസസ്, ഒരുപാട് കേസിൽ ഗോൾ സ്റ്റോൺസ് ഡിസോൾവ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് അറ്റ്ലീസ്റ്റ് അൾട്രാസൗണ്ടോ എക്സ്റേ എടുക്കുമ്പോൾ ഒരുപാട് ഗ്യാസ് ഷാഡോ നിറഞ്ഞിരിക്കുന്ന കേസുകളിൽ എത്ര സ്റ്റോൺ ഉണ്ടെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ചൈന കൊടുത്തു കഴിഞ്ഞാൽ പിക്ചർ ക്ലിയർ ആവുമെന്നാണ് പറയുക. അത്രത്തോളം അതിന് ഇൻഫ്ലമേഷനും ആ സ്ലഡ്ജും ചൈന മാറ്റുന്നതാണ്. ഇവിടെ നമുക്കറിയാമല്ലോ, ട്രയോ ഫ്ലാറ്റുലൻസ് ഒക്കെ നമ്മൾ പഠിച്ചു വയ്ക്കാം. കാർബോജ് അപ്പർ അബ്ഡമനാണ്, ലൈക്കോപോഡിയം ലോവർ അബ്ഡമനാണ്, ചൈന ഹോൾ അബ്ഡമനാണ്. അതുകൊണ്ടാണ് ചൈനയ്ക്ക് ടിംബാനറ്റിക് അബ്ഡമൻ. ഇതിൽ നിന്ന് തന്നെയാണ് ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഗ്യാസ് പെയിൻസ്, ഗ്യാസ്ട്രിക് ഓപ്പറേഷൻസ്, സർജിക്കൽ ഓപ്പറേഷൻസ് അബ്ഡമനിൽ ചെയ്ത ഗ്യാസ് പെയിൻസ് എന്ന് പറയുക. റഫാനസ് ആണ് ഇതിന് പ്രധാനമായിട്ട് പറയുക. ചൈന ഒരു പ്രധാന മരുന്നാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഗ്യാസ് പെയിൻ, വിച്ച് ഈസ് എ വെരി ഡിഫിക്കൾട്ട് കണ്ടീഷൻ ടു മാനേജ്. ചൈനയുടെ പ്രത്യേകത നൈറ്റ് അഗ്രവേഷനുള്ള ആയിരിക്കും, പീരിയോഡിസിറ്റി ഉള്ള, വർഷങ്ങളായിട്ട് പീരിയോഡിസ്. അതുകൊണ്ടാണ് ഈ ക്യുനൈൻ്റെ മലേറിയ ഇൻഫെക്ഷൻ നടന്നവർ, ഒരിക്കൽ മലേറിയ കോൺട്രാക്ട് ചെയ്തവർ, അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരിക്കൽ മലേറിയ വന്നാൽ പോലും ക്യുനൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്, ചൈന ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. പീരിയോഡിസിറ്റിയാണ് എപ്പോഴും വർഷാവർഷം വരുന്ന കംപ്ലയിൻറ്റ്സ്. പ്രത്യേകിച്ച് ചൈനയുടെ മൊഡാലിറ്റി 3 o'clock നൈറ്റാണ് പറയുന്നത്. നമ്മൾ കാലി കാർബിനും കാലി അയഡൈഡിനൊക്കെ പഠിക്കുന്ന, അല്ലെങ്കിൽ എപ്പിസ് തൂജയ്ക്കൊക്കെ 3 o'clock അതുപോലെ ചൈന അതിനോട് പഠിക്കേണ്ട മരുന്നാണ്. അഗ്രവേഷൻ ആഫ്റ്റർ ഈറ്റിംഗ് ആണ്. ഇറ്റ്സ് എ വെരി ചില്ലി റെമഡി. ദേ ആർ ഡ്രെഡ് ഓഫ് ഓപ്പൺ എയർ. അതുപോലെ തന്നെ ഫ്ലാറ്റുലൻസ് നമ്മൾ പറഞ്ഞു. സ്ലീപ്പ് അഗ്രവേറ്റ് ചെയ്യും. സാധാരണ ഒരാൾക്ക് സ്ലീപ്പ്, ഈറ്റിങ്, റെസ്റ്റൊക്കെ അമിലോറേറ്റ് ചെയ്യുമ്പോൾ ചൈനയ്ക്ക് ഇതെല്ലാം അഗ്രവേഷനാണ്. സ്ലീപ്പ് കഴിയുമ്പോൾ അവർക്ക് അഗ്രവേഷനാണ്. ലാക്കസസിന് ആഫ്റ്റർ സ്ലീപ്പ് അഗ്രവേഷൻ ഉണ്ട്, എപ്പിസിനും അങ്ങനെയാണ്, ചൈനയ്ക്കും അങ്ങനെയാണ്. സ്ലീപ്പ് അവർക്ക് പ്രോപ്പറായിട്ട് കിട്ടാത്ത പേഷ്യൻ്റാണ്. ഫോഗി വെതർ ചൈനയുടെ പ്രത്യേകതയാണ്. ക്ലൈമാറ്റിക് മൊഡാലിറ്റിയിൽ ഫോഗി വെതർ, ഒരു കാർമേഘം മൂടിക്കെട്ടിയ ആകാശം ചൈനയുടെ സ്പെസിഫിക്കാണ്. റെസ്റ്റോക്സിനും അത് അഗ്രവേഷനാണ്. മൂടിക്കെട്ടിയ ആകാശത്തിൽ വിശപ്പില്ല എന്ന് പറഞ്ഞാൽ ചൈന മാത്രമാണെന്നാണ്. അപ്പോൾ ഫോഗി വെതർ അല്ലെങ്കിൽ ക്ലൗഡി വെതർ. അതേപോലെ പീഡൽ എഡിമയ്ക്ക്, സ്പ്ലീനോമെഗാലി, വീനസ് റിട്ടേൺ കുറയുന്ന കേസുകളിൽ നമുക്ക് ചൈന ഉപയോഗിക്കാം. ചൈനയുടെ ഡിസയർ അവേർഷൻസ് പറയുകയാണെങ്കിൽ ചൈനയ്ക്ക് ഫ്രൂട്ടും ഫിഷും മിൽക്കും അഗ്രവേറ്റ് ചെയ്യും. ഫ്രൂട്ട്സ് ഡിസയറുമാണ്, ഫ്രൂട്ട്സ് അഗ്രവേറ്റ് ചെയ്യുകയും ചെയ്യും. ഫ്രൂട്ട്സ് അവേർഷനിലും ചൈനയുണ്ട്. ചൈന ഫ്രൂട്ട് ഇഷ്ടപ്പെടാത്ത മരുന്നുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും പറഞ്ഞാണ്. ബെറൈറ്റ കർബ്, ഇഗ്നേഷ്യാണ്. അതിൻ്റെ കൂടെ ചൈനയും പഠിക്കണം. അവേർഷൻ ഫ്രൂട്ട് അവേർഷനാണ്. ഫ്രൂട്ട് കഴിച്ചാൽ അവർക്ക് അഗ്രവേറ്റ് ചെയ്യും. ഫ്രൂട്ട് ഡിസയർ അല്ല, ഫ്രൂട്ട് അവേർഷനാണ്. ഫ്രൂട്ട് അഗ്രവേറ്റ് ചെയ്യും. ഫ്രൂട്ട്, ഫിഷ്, മിൽക്ക്, പാല്, പഴം, മത്സ്യം അവർക്ക് ഡയറിയ ഉണ്ടായിരിക്കും. കംപ്ലൈൻസ് ഫ്രം ഈ സീസൺഡ് ഫുഡ്സ് ഒക്കെ അവരെ അഗ്രവേറ്റ് ചെയ്യും. തേഴ്സ്റ്റ്, അബ്സല്യൂട്ട്ലി തേഴ്സ്റ്റ് അവർക്ക് കുറവാണ്. ഈ ഡെയിൻറ്റീസ് ഇഷ്ടമാണ്. ഡെയിൻറ്റീസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സ്പെഷ്യലൈസ്ഡ് ഫുഡുകൾ, അതാണ് ഡെയിൻറ്റീസ് എന്ന് പറയുക. ഓരോ സ്ഥലത്തെയും സ്പെഷ്യലൈസ്ഡ് ഫുഡെന്ന് പറഞ്ഞാൽ അവർക്കത് ഇഷ്ടമാണ്. അതോടെ അവർക്കത് വേണമെന്ന് പറയും. ഇപ്പോൾ ഡിസയേഴ്സ് ഫോർ അൺനോൺ ഫുഡെന്നാണ് പറയുക. അൺനോൺ ഫുഡാണ് അവർക്ക് വേണ്ടത്. സവർ ഇഷ്ടമാണ്, ബട്ട് അഗ്രവേറ്റ് ചെയ്യും. ആൽക്കഹോളിനോട് ഭയങ്കര ക്രേവിങ് ആയിരിക്കും, ബ്രാൻഡി, വിസ്കി, ബട്ട് ഉറപ്പായിട്ട് അവർക്ക് അഗ്രവേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ആൽക്കഹോളിസത്തിൻ്റെ പ്രധാന മരുന്നാണ് ചൈന. ആൽക്കഹോളിസത്തിനെ തുടർന്നുണ്ടാകുന്ന സിറോസിസ്, ബ്ലോട്ടിംഗ് ഓഫ് ദി അബ്ഡമൻ, അസൈറ്റിസിൽ, അതിലെല്ലാം നമുക്ക് ചൈന ഇൻഡിക്കേറ്റ് ചെയ്യും. ഈ അസൈറ്റീസിലൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ടിംബാനറ്റിക് അബ്ഡമൻ ഉണ്ടാവും, ഗോൾ ബ്ലാഡർ കംപ്ലയിൻറ്റ് ഉണ്ടാവും, സ്പ്ലീനോമെഗാലിയ ഉണ്ടാവും, ഹെപ്പറ്റോമെഗാലിയ ഉണ്ടാവും. ആൻഡ് യു കോറബറേറ്റ് ദിസ് അതർ സിംറ്റംസ് ഓഫ് ചൈന, ദെൻ ഇഫ് ഇറ്റ് ഇസ് ചൈന, ദെൻ ചൈന ഇൻ എല്ലാം പൊട്ടൻസി. ചൈന നമ്മൾ ഫ്രീക്വൻറ്റ് റിപ്പീറ്റ് ചെയ്ത് എല്ലാം പൊട്ടൻസിയിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ചൈന ഹൈപ്പോട്ടെൻറ്റിസ്മലിൽ കൊടുക്കാൻ പറ്റും. ഓൾവേസ് തിങ്ക് ദറ്റ് ചൈന ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിസ്ക്രിപ്ഷൻ ആൻഡ് നോട്ട്, പ്ലീസ് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചൈന. അപ്പോൾ നെർവസ് എർത്തിസം ഉള്ള മരുന്ന്, സെൻസിറ്റിവിറ്റി ഉള്ള, പക്ഷേ വിത്ഡ്രോൺ പേഴ്സണാലിറ്റി, ഇമാജിനേറ്റീവ്, ഒപ്റ്റിമിസ്റ്റിക് അറ്റ് നൈറ്റ്, ഡിഫിക്കൾട്ട് ടു കമ്മ്യൂണിക്കേറ്റ്, അഫ്രൈഡ് ഓഫ് ആനിമൽസ്, വിത്ത് ഇൻസോംനിയ ആൻഡ് എക്സോഷൻ. ഇതാണ് ചൈനയുടെ ഒരു പേഴ്സണാലിറ്റി പിക്ചർ. ചൈനയുടെ പേഴ്സണാലിറ്റി പിക്ചർ പഠിച്ചതിന് പറഞ്ഞു തന്നതിൻ്റെ ഉദ്ദേശം തന്നെ, ചൈനയുടെ ഒരുപാട് സിംറ്റം നമുക്ക് അറിയാം. ഹെഡ് ഏക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഹെഡ് ഏക്കിനെ പറയുന്നുണ്ട് ഒരു വൺ സൈഡ് ഹെഡ് ഏക്ക്, മൈഗ്രെയിനിന് ഉപയോഗിക്കാം.
പിന്നെ ന്യൂറാൾജിയ, സയാറ്റിക്കൊക്കെ ഉപയോഗിക്കുന്ന മരുന്നാണ്. അപ്പോൾ നമ്മളങ്ങനെ സ്പെസിഫിക് ആയിട്ടായിരിക്കും പഠിച്ചു വെക്കുന്നത്. അല്ലെ ലോസ് ഓഫ് വൈറ്റൽ ഫ്രൂട്ട്സ് ഉണ്ട്, ഡെബിലിറ്റി നമ്മളെപ്പോഴും പഠിക്കും. ഇപ്പോൾ ചൗധരിയുടെ ലെക്ചർ തുടങ്ങുന്നത് തന്നെ എക്സ്ട്രീം ഡെബിലിറ്റി വിത്ത് നെർവസ്നെസ്. ഈ എത്രയും ഡെബിലിറ്റി എക്സോസ്റ്റഡ് ആയിട്ട് ഒരാൾ എങ്ങനെയാണ് നെർവസ്നെസ് ആയിട്ട് പ്രതികരിക്കുക എന്ന് ചോദിച്ചാൽ അതാണ് ചൈന. ഡിസയർ അവേർഷൻസിൽ ബ്രെഡിനോടുള്ള അവേർഷൻ ചൈനയുടെ ഒരു പ്രധാന സിംറ്റമാണ്. ബ്രെഡ് അവേർഷനാണ് അവർക്ക്. നമ്മൾ ഈ ചില മെർക്സോളിന് ബ്രെഡ് ഇഷ്ടമാണ്. അപ്പോൾ ഇത്തരം ഡിസയർ അവേർഷൻസ് വെച്ചായിരിക്കും നമുക്ക് ലാസ്റ്റ് അത് ഒന്ന് കൺഫേം ചെയ്യാൻ പറ്റുക. ഹെഡ് ഏക്കിനെ കുറിച്ച് പറഞ്ഞാൽ അഗ്രവേഷൻ ബൈ ജാർ, ചെറിയ മൂവ്മെൻറ്റ് പോലും, സ്ലൈറ്റസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ഐസ് പോലും ചൈന അഗ്രവേറ്റ് ചെയ്യും. ഇനി മുതൽ ചൈന സിങ്കോണ ഒഫിഷ്യനാലിസ് നമ്മുടെ പ്രിസ്ക്രിപ്ഷനുകളിൽ ഭംഗി പടർത്തട്ടെ. ചൈന പേഴ്സണാലിറ്റി പ്രിസ്ക്രിപ്ഷനായിട്ട് വരുമ്പോൾ നമുക്കത് കണ്ടെത്താൻ കഴിയണം. ഈ ഒരു ലെക്ചറിൻ്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. ഏവർക്കും ചൈന ഗുണപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.